തന്റെ ലൈംഗിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റിത്തരാൻ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ച് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എനിക്ക് മെയിൽ ചെയ്തിരുന്നു. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് മനു, സെക്സ് തെറാപ്പിസ്റ്റ് ആണ്. താന്ത്രിക് സെക്സിൽ റിസർച്ചും നടത്തുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഫീമെയിൽ ഓർഗാസം അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഫീമെയിൽ മാസ്റ്റർബേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമെല്ലാം വീഡിയോകൾ ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസം അവരെനിക്കൊരു മെയിൽ ചെയ്തിരുന്നു. അവരുടെ ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്താനൊന്ന് സഹായിക്കാമോ എന്നായിരുന്നു ആ മെയിലിൻ്റെ കണ്ടന്റ്. പിന്നീട് ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും ശ്രമിച്ചു. ഇത് ഒരു 26 വയസ്സുള്ള ഒരു കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഇവർ നാട്ടിലാണുള്ളത്. ഭർത്താവിന് 6 മാസം കൂടുമ്പോൾ ലീവുണ്ട്. 1 മാസം 1.5 മാസം നാട്ടിൽ നിൽക്കാറുണ്ട്. എന്നാൽ ഇവരുടെ ലൈംഗിക ജീവിതം അത്ര തൃപ്തികരമല്ല. അത് ഇമ്പ്രൂവ് ആക്കാനായി ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നാണ് അവരെന്നോട് ചോദിച്ചത്. ആക്ച്വലി അവരുടെ പ്രശ്നങ്ങൾ ഞാൻ ചോദിച്ചറിയാൻ ശ്രമിച്ചു. ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ സ്നേഹത്തിലാണ്. അവർ തമ്മിൽ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇവർക്ക് ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഓർഗാസം ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. കൂടാതെ ഭർത്താവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ലൂബ്രിക്കേഷന്റെ കുറവും ഇതെല്ലാം അവരെ കൂടുതലായിട്ട് അലട്ടുന്നുണ്ട്. ഇതെല്ലാം ചിന്തിച്ച് അവർക്ക് വളരെയധികം ടെൻഷനോട് കൂടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഞാൻ അവരെ ഗൈഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. 2 വർഷം മുമ്പാണ് അവരുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞ് 1.5 മാസം ഭർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഭർത്താവ് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 1.5 മാസം കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഹണിമൂൺ പീരീഡ് എന്ന് പറയാലോ. അപ്പോൾ ആ സമയത്തെല്ലാം വളരെ സന്തോഷത്തിലായിരുന്നു, വളരെ തൃപ്തികരമായിരുന്നു. ഒരു മാരേജിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പൊതുവെ അങ്ങനെയായിരിക്കുമല്ലോ. കല്യാണശേഷം ഇവർ ഹണിമൂൺ ട്രിപ്പ് എല്ലാം പോയിരുന്നു. ഈ സമയത്തെല്ലാം ഇവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ലൈംഗിക ബന്ധ സമയത്ത് ഇവർക്ക് ഓർഗാസം ഒന്നും അനുഭവപ്പെടാറില്ല. അതിനെക്കുറിച്ച് കൂടുതലായി അറിവൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഭർത്താവ് ഇവരുമായിട്ട് ഓറൽ സെക്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ ഇവർ തടഞ്ഞു. ആക്ച്വലി ഇവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരൊരു മുസ്ലിം മതവിശ്വാസിയാണ്. മുസ്ലിം മതവിശ്വാസ പ്രകാരം ഓറൽ സെക്സ്, മാസ്റ്റർബേഷൻ ഇതെല്ലാം തെറ്റാണെന്നായിരുന്നു ഇവരുടെ വിചാരം. ആക്ച്വലി ഞാനൊരു 3-4 മാസം മുമ്പാണെന്ന് തോന്നുന്നു ആ വീഡിയോ ഇട്ടത്. അതിനുശേഷം ഇവർ ഓർഗാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി, മാസ്റ്റർബേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കി. കൂടുതൽ പഠനം ഇതിനെക്കുറിച്ച് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് മുസ്ലിങ്ങൾക്കും ഓറൽ സെക്സ് അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ എല്ലാം ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ ഈ ആദ്യ മാസങ്ങളിൽ, ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ കുറച്ച് ആഴ്ചകളിൽ തന്നെ ഭർത്താവ് ഇവരോട് ഓറൽ സെക്സിനെല്ലാം ചോദിച്ചപ്പോൾ ഇവർ തടഞ്ഞു. ഇവരുടെ തെറ്റിദ്ധാരണ കൊണ്ട് തന്നെ ഇവർ മതപരമായിട്ടുള്ള വിശ്വാസപ്രകാരം ഇത് പാടില്ല, അതുകൊണ്ട് നിരസിച്ചതാണ്. ഇവരുടെയും വിചാരം അങ്ങനെയായിരുന്നു. ആദ്യത്തെ സമയത്ത് ഇവരുടെ വിചാരം മതപരമായി ഇത് അലൗഡ് അല്ല എന്നായിരുന്നു ഇവരുടെ വിചാരം. പിന്നീട് ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ആവശ്യമൊന്നും ഉന്നയിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. പിന്നീട് ഭർത്താവ് ഗൾഫിലേക്ക് പോയി 6 മാസം ജോലി ചെയ്തു വന്നു. 2ാമത്തെ വരവിൽ ആക്ച്വലി ഒരേപോലെ ആവർത്തിക്കുന്ന ഒരു സെക്സ് അനുഭവം മാത്രമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. കൂടുതലായി ഇന്റർ കോഴ്സ് മാത്രമാണ് ഇവർ ചെയ്തിരുന്നത്. ഫോർ പ്ലേയോ അല്ലെങ്കിൽ കൂടുതൽ സമയം ഇതിനു വേണ്ടി കണ്ടെത്താനൊന്നും ഭർത്താവും ഇവരും ശ്രമിച്ചിരുന്നില്ല 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ. അതുകൊണ്ട് തന്നെ അവർക്കതൊരു പതുക്കെ ബോറിംഗ് ആയി തുടങ്ങി. ഇന്റർ കോഴ്സിലൂടെ അവർക്ക് ഓർഗാസമോ അല്ലെങ്കിൽ അത്ര സുഖകരമായ അനുഭവമൊന്നും ലഭിക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷന്റെ കുറവുകൊണ്ടും ചെറുതായി പെയിൻ എല്ലാം അനുഭവപ്പെട്ടു തുടങ്ങി. പിന്നീട് ഈ ലൂബ്രിക്കേഷൻ്റെ ഇഷ്യൂ വന്നു തുടങ്ങിയപ്പോൾ ലൂബ്രിക്കൻ്റ് വാങ്ങി അത് യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയി. 3ാമത്തെ പ്രാവശ്യം വന്നപ്പോഴും റിപ്പീറ്റിംഗ് ഇന്റർ കോഴ്സ് മാത്രം ചെയ്യുക. അങ്ങനെയാണ് ഇവരുടെ ലൈംഗിക ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇവർ എൻ്റെ വീഡിയോ കാണാനിടയായതും ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനെല്ലാം ശ്രമിച്ചത്. ഇവർ മാസ്റ്റർബേഷൻ്റെ പ്രാധാന്യവും ഓറൽ സെക്സിൻ്റെ പ്രാധാന്യവും ക്ലിറ്ററൽ സിമുലേഷൻ്റെ പ്രാധാന്യവും ഇതെല്ലാം മനസ്സിലാക്കി, മാസ്റ്റർബേഷൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർ അതൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. അത് ഇതുവരെ ഭർത്താവുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായതിനേക്കാൾ നല്ലൊരു സുഖം മാസ്റ്റർബേഷനിലൂടെ കണ്ടെത്താൻ സാധിച്ചു. അതുകൂടാതെ മാസ്റ്റർബേഷൻ ചെയ്യുന്ന സമയത്ത് ധാരാളമായി ലൂബ്രിക്കേഷൻ വരികയും ലൂബ്രിക്കേഷൻ്റെ ഇഷ്യൂ അങ്ങനെ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല. പിന്നീട് ഇപ്പോൾ അവർ മാസ്റ്റർബേഷൻ ചെയ്യാറുണ്ട്. മാസ്റ്റർബേഷൻ ചെയ്യുന്നത് ഭർത്താവിന് അറിയില്ല. ഇപ്പോൾ ഭർത്താവ് നാട്ടിലേക്ക് വരാനായിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ അവർ നാട്ടിലേക്ക് വരും. അപ്പോൾ അവർക്കൊരു നല്ല ലൈംഗിക ജീവിതം ലഭിക്കണം, അതിന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് അവരെനിക്ക് മെസ്സേജ് ചെയ്തത്. ആക്ച്വലി മാസ്റ്റർബേഷന് ലൈംഗിക ജീവിതത്തിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട്. മതപരമായി മാസ്റ്റർബേഷൻ പാടില്ല എന്നുള്ള തെറ്റായ ധാരണകളെല്ലാം ഉണ്ട്. പക്ഷേ ഒരു മതവും മാസ്റ്റർബേഷൻ തെറ്റാണെന്ന് പറയുന്നില്ല. നമ്മുടെ ശരീരം, ഒരു സ്ത്രീയുടെ ശരീരം നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ മാത്രമേ
നമ്മുടെ പാർട്ട്ണർക്ക് അത് പറഞ്ഞു കൊടുക്കാനും അതുപോലെ ചെയ്ത് നമുക്ക് സംതൃപ്തി നേടാനും സാധിക്കുകയുള്ളൂ. ഒരു സ്ത്രീ മാസ്റ്റർബേഷൻ ചെയ്യുമ്പോൾ അവൾക്ക് വ്യക്തമായി അറിയാൻ കഴിയും എവിടെ സ്പർശിക്കുമ്പോഴാണ് അവൾക്ക് കൂടുതൽ സുഖം അനുഭവപ്പെടുന്നത്, എങ്ങനെ ചെയ്യുമ്പോഴാണ്, ഏത് മെത്തേഡ് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സുഖം അനുഭവപ്പെടുന്നത്, എങ്ങനെ വരുമ്പോഴാണ് ക്ലൈമാക്സിൽ എത്താൻ കഴിയുന്നത് എന്നെല്ലാം അവൾക്ക് ഈസിയായി മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ വളരെ പെട്ടെന്ന് തന്നെ ക്ലൈമാക്സിൽ അല്ലെങ്കിൽ ഓർഗാസം അനുഭവപ്പെടാനായിട്ട് മാസ്റ്റർബേഷനിലൂടെ സാധിക്കും. എന്തായിരിക്കും പെനിട്രേഷൻ സെക്സ് അല്ലെങ്കിൽ ഇന്റർകോഴ്സ് സമയത്ത് ഈ ഒരു സുഖം ലഭിക്കാത്തത്? കാരണം ഒരു സ്ത്രീയുടെ ശരീരം ഭർത്താവിന് വ്യക്തമായി അറിയാൻ സാധിക്കില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് അവളുടെ ശരീരത്തിൽ എവിടെ തൊടുമ്പോഴാണ് സുഖം ലഭിക്കുന്നത്, എങ്ങനെ ചെയ്യുമ്പോഴാണ് ഓർഗാസം അനുഭവപ്പെടുന്നത് എന്നെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അത് തന്നെയാണ് അതിൻ്റെ റീസൺ. ഒരു വലിയ മെജോറിറ്റി സ്ത്രീകൾക്കും പെനിട്രേഷൻ സെക്സിലൂടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഓർഗാസം എത്താൻ കഴിയാറില്ല. ആക്ച്വലി പല സ്ത്രീകൾക്കും ഓർഗാസം എന്താണെന്ന് പോലും അറിയില്ല. കല്യാണം കഴിയുന്നതിന് മുൻപ് തന്നെ ഓർഗാസം എന്താണെന്ന് അവൾ മനസ്സിലാക്കുകയും അവളുടെ എവിടെ സ്പർശിക്കുമ്പോഴാണ്, എങ്ങനെ ചെയ്യുമ്പോഴാണ് ഓർഗാസം അനുഭവപ്പെടുന്നത് എന്നെല്ലാം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. വലിയൊരു മെജോറിറ്റി സ്ത്രീകളിലും ക്ലിറ്ററൽ സിമുലേഷൻ, അതായത് നമ്മുടെ യോനി കവാടത്തിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് ക്ലിറ്റോറിസ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിറ്ററൽ സിമുലേഷനെ കുറിച്ചും ഓർഗാസത്തെ കുറിച്ചുമെല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയുടെ അവസാനം അതിൻ്റെ സജഷൻ വരുന്നതായിരിക്കും. സ്ത്രീകൾക്ക് ഇതിനായിട്ട് വിരലുകളോ അല്ലെങ്കിൽ സെക്സ് ടോയ്സിൻ്റെയോ സഹായം തേടാവുന്നതാണ്. ആക്ച്വലി നമ്മൾ പുരുഷന്മാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ധാരണ അവരുടെ ശരീരത്തെ അവരെക്കാൾ നമുക്കാണ് അറിയുക, എങ്ങനെയാണ് അവർക്ക് സന്തോഷം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവൾക്ക് സുഖം പകരാനാവുക, അത് നമുക്കാണ് കൂടുതൽ അറിയുക എന്നാണ് നമ്മുടെ വിചാരം. ആക്ച്വലി ഇത് തെറ്റായ ഒരു ധാരണയാണ്. അവളുടെ ശരീരത്തെ അവൾക്കാണ് കൂടുതലായി അറിയുക. നമ്മൾ അവളെ കണ്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അവളുടെ ശരീരത്തെ എങ്ങനെ തഴുകണം, എങ്ങനെ ടച്ച് ചെയ്യണം, എങ്ങനെ അവളെ ഓർഗാസം അല്ലെങ്കിൽ ക്ലൈമാക്സിൽ എത്തിക്കാൻ കഴിയും എന്ന് അവൾ ചെയ്യുന്നത് കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ അവൾ ഗൈഡ് ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്യണം. 85% സ്ത്രീകൾക്കും പെനിട്രേഷൻ സെക്സ് അല്ലെങ്കിൽ ഇന്റർകോഴ്സിലൂടെ ഒരു ക്ലൈമാക്സിൽ എത്താൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ ഓർഗാസം അനുഭവപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ചില സ്ത്രീകൾക്ക് ഇന്റർകോഴ്സിലൂടെ സുഖം അനുഭവപ്പെടാൻ സാധിക്കും. ചില സ്ത്രീകൾക്ക് ഇന്റർകോഴ്സും ക്ലിറ്ററൽ സിമുലേഷനും രണ്ടും കൂടി ചേരുമ്പോഴായിരിക്കും ക്ലൈമാക്സിൽ എത്താൻ സാധിക്കുക. എന്നാൽ ഹ്യൂജ് മെജോറിറ്റി ഓഫ് സ്ത്രീകൾക്കും ക്ലിറ്ററൽ സിമുലേഷനിലൂടെ ഓർഗാസം അല്ലെങ്കിൽ ക്ലൈമാക്സ് എത്താൻ സാധിക്കും. ആക്ച്വലി നമ്മൾ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കൂടുതലായി ഒന്നും കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. അവർ ഗൈഡ് ചെയ്യുന്നത് പോലെ, അവരുടെ ശരീരത്തെ തൊടുന്ന പോലെ അത് കണ്ട് നമ്മൾ മനസ്സിലാക്കി അവർ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് യൂസ് ചെയ്ത് അവർ ചെയ്യുന്ന രീതിയിൽ അവരെ ക്ലൈമാക്സിൽ എത്തിക്കുക അല്ലെങ്കിൽ ഓർഗാസം നൽകുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. നമ്മുടെ കേരളത്തിലെ കാര്യം എടുത്താൽ 80% ഭാര്യ ഭർത്താക്കന്മാരും ജസ്റ്റ് ഇന്റർകോഴ്സ് മാത്രമാണ് സെക്സ് എന്നാണ് വിചാരിക്കുന്നത്. ഈ പെനിട്രേഷൻ സെക്സ് അല്ലാതെ അതിന് പുറത്ത് കൂടുതൽ സമയം കണ്ടെത്താൻ കഴിയുമ്പോഴാണ് അവളെ നമുക്ക് കൂടുതൽ തൃപ്തിപ്പെടുത്താൻ കഴിയുക. പെനിട്രേഷൻ സെക്സിലൂടെ നമുക്ക് പുരുഷന്മാർക്ക് ഓർഗാസം അനുഭവപ്പെടും, പക്ഷേ സ്ത്രീകളുടെ കാര്യം അങ്ങനെയല്ല. ആക്ച്വലി പെനിട്രേഷൻ സെക്സ് ഒരു മോശമായ കാര്യമാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. പെനിട്രേഷൻ സെക്സ് വളരെ സുഖകരവും വളരെ നല്ലതുമാണ്. എന്നാൽ നമ്മൾ സെക്സ് എന്ന് പറയുമ്പോൾ പെനിട്രേഷൻ സെക്സ്, ഓറൽ സെക്സ്, കിസ്സിങ്, അവളുടെ ശരീരത്തെ തഴുകുക, കൂടുതൽ സമയം അവളോട് ഒപ്പം ചെലവഴിക്കുക, കൂടാതെ നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, ഇതെല്ലാം കൂടി ചേരുന്നതാണ് സെക്സ്. അവൾക്ക് നല്ല രീതിയിൽ ഒരു ഉത്തേജനം സംഭവിക്കുമ്പോഴാണ് നല്ല രീതിയിൽ ലൂബ്രിക്കേഷൻ പുറപ്പെടുക. നല്ല രീതിയിൽ ലൂബ്രിക്കേഷൻ ആയതിനു ശേഷം പെനിട്രേഷൻ സെക്സ് ചെയ്യുമ്പോഴാണ് രണ്ട് കൂട്ടർക്കും തൃപ്തി അനുഭവപ്പെടുക. അല്ലെങ്കിൽ അവർക്കത് കുറച്ച് പെയിൻഫുൾ ആയിരിക്കും. പിന്നീട് ഈ സെക്സിനോടുള്ള വിരക്തിയെല്ലാം ഉണ്ടാകുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ പെനിട്രേഷൻ സെക്സ് മാത്രമല്ലാതെ ക്ലിറ്ററൽ സിമുലേഷൻ, ഓറൽ സെക്സ്, അങ്ങനെ എല്ലാത്തിനും സമയം കണ്ടെത്തുക. കൂടാതെ അവളുടെ ശരീരത്തെ എങ്ങനെ ചെയ്തപ്പോഴാണ് ക്ലൈമാക്സ് അല്ലെങ്കിൽ ഓർഗാസത്തിൽ എത്തുന്നത് എന്ന് പഠിച്ചതിന് ശേഷം അങ്ങനെ ചെയ്ത് അവളെ തൃപ്തിപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ അമർത്തൂ. ഇതുപോലെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും എഴുതി അറിയിക്കാവുന്നതാണ്. കൂടാതെ ഒന്നുകൂടി പറയട്ടെ, എന്നോട് സംശയം ചോദിച്ച സ്ത്രീയുടെ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.